ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂരിലെ തന്നെ ദ ബെസ്റ്റ് ഇന്റീരിയർ ഡിസൈനേഴ്സ് ആയ ഇൻഡിക്കോർ ഇന്റീരിയർ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്ത തൃശ്ശൂര് പേരാമ്പ്രയിലുള്ള പാലിയേക്കര ഹൗസിലാണ്. നമുക്ക് ഈ വീട്ടിലെ ഡിസൈൻസ് ഒന്ന് കണ്ടിട്ട് വന്നാലോ? വാ. നമ്മൾ ആദ്യം തന്നെ കയറി വരുന്നത് നമ്മുടെ ലിവിംഗ് സ്പേസിലേക്കാണ്. കണ്ടില്ലേ എന്ത് രസമായിട്ടല്ലേ ലിവിംഗ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വെറൈറ്റി ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു മിറർ സെപ്പറേഷൻ. ഈ വുഡൻ സ്റ്റൈലിലാണ് ഈ മിറർ സെപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഈ മിറർ വർക്ക് ഏറ്റവും കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഈ ഫ്ലോർ ടൈൽ ഇവിടെ വന്നപ്പോഴാണ്. ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ഏറ്റവും ഈ മിററിന് അട്രാക്ഷൻ കൊടുക്കുന്നതും ഈ ഫ്ലോർ ടൈലാണ്. അതുപോലെ തന്നെ ഈ റോയൽ ടച്ച് ഫിനിഷ് ചെയ്യുന്നത് ഈ സീലിംഗ് കൊണ്ടാണ്, വുഡൻ സ്റ്റൈൽ സീലിംഗ്. ഈ ലിവിംഗ് സ്പേസിൽ നമുക്ക് കാണാൻ കഴിയുക വലിയ വിൻഡോസ് ആണ്. അതിനോടൊപ്പം തന്നെ ലോങ് കർട്ടൻസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ വീടിന്റെ ലക്ഷറി കൂട്ടുക മാത്രമല്ല, നല്ലൊരു റോയൽ ടച്ചും കൂടി വീട്ടിലേക്ക് കൊണ്ടുവരും. ഈ കർട്ടൻസിന്റെ കളർ ഷെയ്ഡ് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും, വളരെ പേസ്റ്റൽ ഷെയ്ഡാണ് ഓരോ കർട്ടൻസിനും കൊടുത്തിട്ടുള്ളത്. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഈ കോർട്ട്യാർഡിലേക്കാണ്. നല്ലൊരു ട്രഡീഷണൽ ബ്യൂട്ടി അല്ലെങ്കിൽ ട്രഡീഷണൽ എസ്തെറ്റിക് ബ്യൂട്ടിയാണ് നമുക്ക് ഈ കോർട്ട്യാർഡിൽ കാണാൻ കഴിയുക. ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും അതുപോലെ തന്നെ കുഞ്ഞ വാട്ടർഫാളൊക്കെ നടന്നതാണ് ഈ ഒരു കോർട്ട്യാർഡ്. നമ്മൾ 4 മണിക്ക് നമ്മുടെ ഫാമിലി ഒത്ത് ചായ കുടിക്കില്ലേ, അങ്ങനെയൊക്കെ ഫാമിലിയോട് കൂടി ഒന്നിച്ചിരിക്കാൻ പറ്റിയ കറക്റ്റ് സ്പോട്ടാണ് ഈ കോർട്ട്യാർഡ്. ബാൽക്കണിയിൽ നമുക്ക് എങ്ങനെയാണോ ഫ്രഷ് എയർ ഫ്രഷ് ലൈറ്റ് ഒക്കെ കിട്ടുന്നത്, അതേ ഫീലോട് കൂടി കിട്ടുന്ന രീതിക്കാണ് ഈ കോർട്ട്യാർഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കോർട്ട്യാർഡിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഈ വാളാണ്. മെറ്റൽ കോമ്പിനേഷനിലുള്ള ടെറാക്കോട്ട ജാലി യൂസ് ചെയ്തിട്ടാണ് ഈ വാള് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സെയിം ജാലി തന്നെയാണ് മേലെ സീലിംഗിലും യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ കോർട്ട്യാർഡിന് ഒരു ട്രഡീഷണൽ ബ്യൂട്ടി കൊണ്ടുവരാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. കണ്ടില്ലേ, മൊറോക്കൻ ടൈൽസ്. കോർട്ട്യാർഡിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ദാ നല്ലൊരു TV സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിശാലമായൊരു സോഫയും. നമ്മുടെ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഈ പ്രെയർ സ്പേസ് വെച്ചിട്ടാണ്. ലിവിംഗ് ഏരിയയ്ക്ക് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ലക്ഷറി ഡൈനിങ് ഏരിയയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ഫോളോഡ് ബൈ ഓപ്പൺ പാൻട്രി കിച്ചൺ. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ ലിവിംഗ് ഏരിയയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റിയാണ് സീലിംഗ്. നമ്മൾ ഫ്ലോറിൽ ഇട്ടിരിക്കുന്ന അതേ മൊറോക്കൻ ടൈല് തന്നെയാണ് സീലിംഗിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റു ഒരു വീട്ടിലും കാണാത്ത സ്പെഷ്യാലിറ്റി. ഡൈനിങ് ഏരിയയോട് കൂടി അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ മറ്റൊരു കോർട്ട്യാർഡും കൂടി ഇവിടെയുണ്ട്. ഈ വീടിന്റെ ഓരോ കോർണറും ആന്റിക്കും മോഡേണും കൂടിയുള്ള ഫിനിഷിംഗിലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, വാഷ് ബേസിൻ വാള് തന്നെ നോക്കിയേ. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. ഈ വീടിന്റെ എല്ലാ റൂംസിനും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എല്ലാ റൂമും നിർമ്മിച്ചിരിക്കുന്നത് ബേ വിൻഡോ വെച്ചിട്ടാണ്. എല്ലാ ബെഡ്റൂമിലും കിങ് സൈസ് ബെഡിന്റെ കളർ തീമിനോട് മാച്ച് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് ഉള്ളത്. മോഡേൺ സ്റ്റൈലിൽ മെറ്റലും വുഡും ഗ്ലാസും ചേർന്നുള്ള കോമ്പിനേഷനിലാണ് ഈ സ്റ്റെയർ നിർമ്മിച്ചിട്ടുള്ളത്. അതും സ്ലിം ആൻഡ് സ്ലീക്കായി. സ്റ്റെയർ കയറി നമ്മൾ എത്തുന്നത് ഫോയർ ഏരിയയിലേക്കാണ്. ഇവിടെ നമുക്ക് ദാ ഒരു ബെഡ്റൂം ഉണ്ട്. പിന്നെ ഈ വീടിന്റെ ഫേവറേറ്റ് പാർട്ട് ബേ വിൻഡോ ഉണ്ട്. പിന്നെ ഒരു ഓപ്പൺ ബാൽക്കണി. ഇനി ഈ വീടിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഹോം തിയേറ്റർ. ഈ വീടിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കാണ്. ഇതുപോലെ നിങ്ങളുടെ വീട് മനോഹരമാക്കാനായിട്ട് കോൺടാക്ട് ചെയ്യൂ ഇൻഡിക്കോ ഇന്റീരിയർ ഡിസൈൻസ് ആൻഡ് ഡു ഫോളോ അവർ പേജ് ഫോർ മോർ വീഡിയോസ്.